Hi, I'm Huda Rashid from First MCA. ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഈക്വലൻസ് റിലേഷൻ ആൻഡ് കോൺസെപ്റ്റ് ഓഫ് പാർട്ടീഷൻ ആണ്. ഒരു റിലേഷൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു റിലേഷൻ എന്താണെന്ന് മാത്സിൽ എന്താണ് റിലേഷൻ ഉദ്ദേശിക്കുന്നതെന്ന്. അതുപോലെ നമുക്ക് അടുത്തത് ഈക്വലൻസ് റിലേഷൻ എന്താണെന്ന് നോക്കാം. ഒരു റിലേഷൻ ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് 3 കണ്ടീഷൻ ഫോളോ ചെയ്യണം. ഒന്ന് റിഫ്ലെക്സീവ് ആയിരിക്കണം, അതായത് ഒരു എലമെൻറ്റ് അതോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. എവറി എലമെൻറ്റ് ഷുഡ് ബി റിലേറ്റഡ് ടു ഇറ്റ് സെൽഫ്. അതായത് ഒരു ഓർഡർഡ് പെയർ എ അല്ലെങ്കിൽ 1,1 അങ്ങനെ അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഓർഡർഡ് പെയർ ഉണ്ടായിരിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ പറഞ്ഞാൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി ദെൻ ബി ഈസ് റിലേറ്റഡ് ടു എ. അതായത് ഒരു ഓർഡർഡ് പെയർ എ, ബി എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റിലുണ്ടെങ്കിൽ ബി എ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർഡ് പെയറും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അതാണ് സിമെട്രി. അപ്പോൾ അതിനടുത്തതാണ് ട്രാൻസിറ്റീവ്. അതായത് ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി ആൻഡ് ബി ഈസ് റിലേറ്റഡ് ടു സി ദെൻ എ ഈസ് റിലേറ്റഡ് ടു സി. അതായത് ഒരു ഓർഡർഡ് പെയർ 1,2 ഉണ്ട്, 2,3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 1,3 എന്ന് പറഞ്ഞ ഒരു ഓർഡർഡ് പെയറും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഫോളോ ചെയ്യുന്ന ഒരു റിലേഷനാണ് ഈക്വലൻസ് റിലേഷൻ എന്ന് പറയുക. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. Let A equal to set A B C and relation R equal to set of ordered pair AA, PB, CC, BA and AB. Is this an equivalence relation? So answer is yes, because reflexive ആണ്. A, B, B, C, C എല്ലാം അതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം ഉണ്ട്. പിന്നെ സിമെട്രി ആണ്, അതായത് എ ബി എന്ന് പറഞ്ഞ ഓർഡർഡ് പെയറും ഉണ്ട്, ബി എ എന്ന് പറഞ്ഞതും ഉണ്ട്. പിന്നെ ട്രാൻസിറ്റീവ് എ, ബിയും ബി, എയും ഉണ്ട്. അപ്പം എ, എ എന്ന് പറഞ്ഞൊരു ഓർഡർഡ് പെയർ ഉണ്ടോ എന്ന് നോക്കുന്നു, അതും ഉണ്ട്. സോ ദിസ് ഇസ് എൻ ഈക്വലൻസ് റിലേഷൻ, റൈറ്റ്. ഇന്നൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വിച്ച് ഓഫ് ദീസ് ഈക്വലൻസ് റിലേഷൻ ഓൺ സെറ്റ് 0, 1, 2, 3 ഈക്വലൻസ് റിലേഷൻ ആൻഡ് ദ അതർ ലാക്ക്. ഇനി നമുക്ക് ഫസ്റ്റ് രണ്ടെണ്ണം ചെയ്യാം, ബാക്കി നിങ്ങൾ ഹോംവർക്കായി ചെയ്തു. ഇപ്പോൾ ക്വസ്റ്റ്യൻ എ നോക്കാം. അതിൽ സെറ്റിൽ തന്നിട്ടുള്ള 4 എലമെൻറ്റ്സിൻ്റെയും ഓർഡർഡ് പെയർ അതിനോട് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളത്. 0,0, 1,1, 2,2, 3,3 ഉണ്ട്. അപ്പം ഇത് റിഫ്ലെക്സീവ് ആണ്. നമുക്കിത് സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണോ നോക്കണ്ട. കാരണം സിമെട്രിക്കും ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ അതിൻ്റെ ഓർഡർഡ് പെയർ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് മറ്റേതുണ്ടോ നോക്കേണ്ടത്. ഇത് രണ്ടിൻ്റെയും സിമെട്രിക്കും ട്രാൻസിറ്റീവും ഇല്ല. അപ്പം ഓഫ് കോഴ്സ് ഇറ്റ്സ് എൻ ഈക്വലൻസ് റിലേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി. നമുക്ക് ഫസ്റ്റ് ഇത് റിഫ്ലെക്സീവ് ആണോ നോക്കാം. 0,0 ഉണ്ട്, 1,1 ഉണ്ടോ? ഇല്ല. അപ്പം അത് റിഫ്ലെക്സീവ് അല്ല. അപ്പം ഏതെങ്കിലും ഒരു കണ്ടീഷൻ പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഈക്വലൻസ് റിലേഷൻ അല്ല. അപ്പം നമുക്ക് ഇവിടെ തന്നെ വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ നമ്മൾ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട് റിലേഷൻ ദാറ്റ് അതേഴ്സ് ലാക്ക്, എന്താണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ബാക്കി കൂടി നോക്കാം. റിഫ്ലെക്സീവ് ആവുന്നില്ല എന്ന് പറഞ്ഞു, സിമെട്രിക് ആവുന്നുണ്ടോ നോക്കാം. എല്ലാത്തിൻ്റെയും ഓർഡർഡ് പെയർ എ, ബി ഉള്ളത് ബി, എ എന്ന് പറഞ്ഞ ഓർഡർഡ് പെയർ ഉണ്ടോ നോക്കാം. അപ്പം 0,2 ഉണ്ട്, 2,0 ഉണ്ട്, 2,3 ഉണ്ട്, 3,2 ഉണ്ട്. അപ്പം ഇത് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ഇവിടെ 0,2 ഉണ്ട്, 2,3 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 0,3 വേണം. ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ ഇതിലൂടെ ലാക്ക് ചെയ്യുന്നത് റിഫ്ലെക്സീവും ട്രാൻസിറ്റീവ് ആണ്. ഇത് ബാക്കി 3 ക്വസ്റ്റ്യൻസ് ഹോംവർക്കാണ് ചെയ്തത്. നെക്സ്റ്റ് ടോപ്പിക്, കോൺഗ്രുവൻസ് മോഡുലോ. ഫോർ ഇൻറ്റീജേഴ്സ് a, b ആൻഡ് എ പോസിറ്റീവ് ഇൻറ്റീജർ n, a congruent b mod n, അതായത് a minus b is divisible by n. ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 17 congruent 5 mod 12. അത് നമ്മൾക്ക് 17 minus 5 ചെയ്യാൻ, അപ്പോൾ 12 ആണ്. 12 divided by 12 ആവുമല്ലോ. 12 divisible by itself ആണല്ലോ. അപ്പം ഇതൊരു കോൺഗ്രുവൻസ് മോഡുലോ ആണ്. Now let's look congruence modulo in equivalence relation. The congruence modulo n is a classic example of an equivalence relation because it satisfies reflexive. A congruent A mod n. കാരണം a minus a എന്ന് പറഞ്ഞാൽ 0, it's divisible by n. പിന്നെ symmetric. If A congruent B mod n, then B congruent A mod n. അതായത് if n divides A minus B ആണെങ്കിൽ n divides B minus A ആണ്. Transitive. If A congruent B mod n and B congruent C mod n, then A congruent C mod n. എങ്ങനെയാണെന്ന് വെച്ചാൽ A minus B plus B minus C എന്ന് പറഞ്ഞാൽ A minus C and it's also divisible by n. ഇനി അടുത്ത ടോപ്പിക്, ഈക്വലൻസ് ക്ലാസ്. An equivalent class is a group of elements that are equivalent to each other under a given relation. The equivalence class of a number A is class A equal to set of x belongs to z such that x congruent A mod n, which means all integers that have same remainder as A when it's divided by n. അതായത് എല്ലാ ഇൻറ്റീജറിനും എൻ്റെ സെയിം റിമൈൻഡർ ആയിരിക്കും എപ്പം when it's divided by n വെച്ച് ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ.
അതിൻ്റെ കുറച്ച് എക്സാമ്പിളാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. ഈക്വലൻസ് ക്ലാസ്സസ് മോഡുലോ 3ൻ്റെ. അപ്പം 0, 1, 2 വരെ ചെയ്യുക മോഡുലോ 3 ആണെങ്കിൽ. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഈക്വലൻസ് ക്ലാസ് വരിക. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ കോൺഗ്രൻസ് മോഡൽ ഓഫ് 4ൻ്റെയാണ് ചോദിക്കുന്നത്. അപ്പം 0, 1, 2, 3 വരെ ചെയ്യുക. അപ്പോൾ 0ൻ്റെ വരുന്നത് ഇങ്ങനെ വരിക. 4ൻ്റെ മൾട്ടിപ്പിൾ വരും. 4ൻ്റെ മൾട്ടിപ്പിൾ ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ n, അങ്ങനെയാണ് ചെയ്യുക. അപ്പം 1ൻ്റെ വരുമ്പം ഇങ്ങനെ -7, -3, 1, 5, 9. 2ൻ്റെ വരുമ്പോൾ -6, -2, 2, 6 എക്സെട്ര. പിന്നെ 3ൻ്റെ ആണെങ്കിൽ -5, -1, 3, 7 അങ്ങനെ വരും. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പാർട്ടീഷൻ ഓഫ് എ സെറ്റ്. എ പാർട്ടീഷൻ ഓഫ് എ സെറ്റ് S is a collection of disjoint non-empty subsets of S that have S as their union. അതായത് പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷനാണ്, നോൺ എംപ്റ്റി സബ്സെറ്റിൻ്റെ കളക്ഷനാണ് ഓഫ് സെറ്റ്സ്. ആൻഡ് ദെയർ യൂണിയൻ ഈസ് എസ് ആയിരിക്കും അവരുടെ യൂണിയൻ. ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഫസ്റ്റ് MCA അവിടെ ഡിഗ്രി പഠിച്ച BCA ഉണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ്, പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഓരോ സബ്ജക്റ്റായിട്ട് ഓരോ ഡിഗ്രി എടുത്താൽ അവരുടെയൊക്കെ ഒരു യൂണിയൻ ആക്കിയാൽ നമുക്ക് കാണാം ഫസ്റ്റ് MCA എന്നുള്ള ഒരു ക്ലാസ് കിട്ടും. അതാണ് ഇവിടെ പാർട്ടീഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പാർട്ടീഷൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് കളക്ഷൻ ഓഫ് നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് S ആൻഡ് S ആസ് their union എന്ന് പറയുന്നത്. If R is an equivalence relation on A, then the set of its equivalence classes form a partition of A. And conversely, every partition of A defines an equivalence relation. ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ക്വസ്റ്റൻ ഇതാണ്. ലെറ്റ് A equal to set 1 to 6 and consider a partition P, set 1, 2, set 3, 4, set 5, 6. ഈ പാർട്ടീഷനെ തന്ന ഒരു സെറ്റ് നമുക്ക് A1, A2, A3 എന്ന് എഴുതാം. അപ്പം ഒരു റിലേഷൻ R എങ്ങനെ വരിക? 1,1, 1,2 ഇങ്ങനെ വരിക അല്ലേ? അപ്പം ഇത് ഈക്വലൻസ് റിലേഷൻ ആണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈക്വലൻസ് റിലേഷൻ ആണോ. ഈക്വലൻസ് റിലേഷൻ ആണെങ്കിൽ 3 കണ്ടീഷൻ ഫോളോ ചെയ്യണമെന്നല്ലേ ഉള്ളൂ. റിഫ്ലെക്സീവ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ റിഫ്ലെക്സീവ് ആണോ നോക്കാൻ. 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6. അപ്പോൾ ഇത് റിഫ്ലെക്സീവ് ആണ്. പിന്നെ സിമെട്രിക് 1,2 ഉണ്ട്, 2,1 ഉണ്ട്, 3,4 ഉണ്ട്, 4,3 ഉണ്ട്, 5,6 ഉണ്ട്, 6,5 ഉണ്ട്. അപ്പോൾ ഇത് സിമെട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആണോ? അതെ അല്ലേ, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ഇതൊരു ഈക്വലൻസ് റിലേഷൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൺക്ലൂഷൻ. ആൻ ഈക്വലൻസ് റിലേഷൻ സാറ്റിസ്ഫൈ 3 പ്രോപ്പർട്ടീസ്: റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞാൽ അതിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം, A, A അങ്ങനെ. പിന്നെ സിമെട്രി എന്ന് പറഞ്ഞാൽ A, B എന്നിട്ടൊരു ഓർഡർഡ് പെയർ ഉണ്ടെങ്കിൽ B, A എന്ന് പറഞ്ഞ അതും ഉണ്ടാവണം ആ സെറ്റിൽ. പിന്നെ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ A, B, B, C ഉണ്ടെങ്കിൽ A, C ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ. ഇനി ഈച്ച് ഗ്രൂപ്പ് ഈസ് കോൾഡ് ആൻ ഈക്വലൻസ് ക്ലാസ്. പിന്നെ സെറ്റ് ഓഫ് ഓൾ ഈക്വലൻസ് ക്ലാസ് ഫോംസ് എ പാർട്ടീഷൻ ഓഫ് ദ സെറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ എവറി ഈക്വലൻസ് റിലേഷൻ ലീഡ്സ് ടു യൂണിക് പാർട്ടീഷൻ ആൻഡ് എവറി പാർട്ടീഷൻ ഡിഫൈൻസ് ആൻ ഈക്വലൻസ് റിലേഷൻ. So this is all about equivalence relation, equivalence class and partition. That's all. Thank you.